ബി.ജെ.പി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം വൈകിട്ട് ദില്ലിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്ന് ഇന്നറിയാം. കേരളത്തിലെ A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടാകും. പത്തനംതിട്ടയിൽ കെ. സുരേന്ദ്രന്റെ പേരും ദേശീയ നേതൃത്വം പരിഗണിക്കുകയാണ്. 370 ലോക്സഭാ സീറ്റ് ലക്ഷ്യം വെച്ച് എത്രയും വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് നീങ്ങാനാണ് ബി.ജെ.പി. തീരുമാനം. ജെ.പി. നദ്ദയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ്, അമിത്ഷാ അടക്കമുള്ളവർ പങ്കെടുക്കും. 100 മുതൽ 120 വരെ സ്ഥാനാർത്ഥികൾ ആദ്യ പട്ടികയിൽ ഇടം പിടിക്കും. 70-ലധികം സിറ്റിംഗ് എംപിമാർക്ക് ബി.ജെ.പി. സീറ്റ് നൽകിയേക്കില്ല. മോശം പ്രകടനമാണ് എംപിമാരെ ഒഴിവാക്കാൻ കാരണം. കേരളത്തിലെ A+ മണ്ഡലങ്ങളായ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളും ആദ്യ പട്ടികയിൽ ഉണ്ടാകും. ആറ്റിങ്ങൽ വി. മുരളീധരൻ, തൃശൂർ സുരേഷ് ഗോപി, പാലക്കാട് ശ്രീ കൃഷ്ണകുമാർ എന്നിവർ മത്സരിക്കും. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എത്തും എന്നാണ് പ്രതീക്ഷ. പത്തനംതിട്ടയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, പി.സി. ജോർജ് എന്നിവരുടെ പേരാണ് പരിഗണനയിൽ. ഗോവ ഗവർണർ P.S. ശ്രീധരൻപിള്ളയുടെ പേരും ചർച്ചയിലുണ്ട്. കോട്ടയത്തും പി.സി. ജോർജിന്റെ പേരുണ്ട്. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപ്പെടുത്തിയ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ ഭാര്യ ലിഷ രഞ്ജിത്ത് മത്സരിച്ചേക്കും. കോഴിക്കോട് M.T. രമേശിന്റെ പേരിനാണ് പ്രാമുഖ്യം. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നവ്യ ഹരിദാസ് എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. മലപ്പുറത്ത് ദേശീയ ഉപാധ്യക്ഷൻ A.P. അബ്ദുള്ളക്കുട്ടിയും കാലിക്കറ്റ് സർവകലാശാല മുൻ VC അബ്ദുൾ സലാമും പരിഗണനയിലുണ്ട്. കാസർഗോഡ് P.K. കൃഷ്ണദാസ്, രവീശ് തന്ത്രി ഗുണ്ടാർ, മഹിളാ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം അശ്വിനി എന്നിവരാണ് പരിഗണനാ പട്ടികയിൽ. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി നാളെ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ J.P. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും. വയനാടിന് പകരം ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയം ആവശ്യപ്പെട്ടേക്കും. റിപ്പോർട്ടർ, ദില്ലി.